Good morning students, welcome to the part 3 of income tax series. ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇൻകം ഫ്രം സാലറി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിലെന്തൊക്കെ വരും, എന്തൊക്കെ എക്സംപ്റ്റഡ് ആണെന്നുള്ളതൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത് സെക്ഷൻ 22 to 27 വരെയാണ് വരുന്നത്. ഇനി എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? ഇൻകം ഫ്രം സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് ഇഫ്, അതിൽ കുറച്ച് കണ്ടീഷൻസ്, 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ഓർ ലാൻഡ് അറ്റാച്ച്ഡ് ടു ദ ബിൽഡിംഗ്. ഇപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ബിൽഡിങ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഗ്യാരേജൊക്കെ പോലെ ഗാർഡനൊക്കെ പോലെയുള്ള പ്രോപ്പർട്ടിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ദ അസസി ഈസ് ദ ലീഗൽ ഓണർ. ആ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഓണർ ആരായിരിക്കണം? അസസി ആയിരിക്കണം. സോ നമ്മുടെ ഓണർഷിപ്പിലുള്ളത് ബിൽഡിങ്ങിൽ നിന്നും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ നിന്നുമുള്ള ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുമുള്ള ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ദ പ്രോപ്പർട്ടി ഈസ് നോട്ട് യൂസ്ഡ് ഫോർ യുവർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ ബിസിനസ് ക്യാരിഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടീസോ ആവാൻ പാടില്ല. യുവർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ പ്രൊഫഷന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇത്തരത്തിൽ ഈ 3 കണ്ടീഷൻസും ഫുൾഫില്ല് ചെയ്യുന്ന എല്ലാ ഇൻകത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻകത്തിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പറയും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. If you own a house and rent it out, the rent is taxable under income from house property. നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വീടുണ്ട്, അതിലൊന്ന് നിങ്ങൾ താമസിക്കുകയും ഒരെണ്ണം നിങ്ങൾ എന്ത് ചെയ്തു? റെൻ്റ് ഔട്ട് ചെയ്തു പുറത്തുള്ള പാർട്ടീസിന്. സോ അതിൽ നിന്ന് റിസീവ് ചെയ്യുന്ന റെൻ്റൽ എമൗണ്ടിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. ഈ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് കവേർഡ് എന്തൊക്കെയാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം അതിലെന്തൊക്കെ കവേർഡാണ്? റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. ഇപ്പം നമ്മൾ വേറൊരു പാർട്ടിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിങ് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്, ഷോപ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. ലാൻഡ് അറ്റാച്ച്ഡ് ടു ദീസ് ബിൽഡിങ്സ്, കോമ്പൗണ്ട്, പാർക്കിംഗ്, ഗാർഡൻ, ഇത്തരത്തിൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഈ പറഞ്ഞ ലാൻഡും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? അതിൽ നിന്നുള്ള ഇൻകവും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ഈ 5 എക്സംഷൻസിൽ നിന്നുമുള്ള ഇൻകം എന്തല്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, നമ്മുടെ തന്നെ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എടുക്കില്ല. പ്രോപ്പർട്ടി യൂസ്ഡ് ആസ് ഗസ്റ്റ് ഹൗസ് ഓർ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആയിട്ടോ ഗസ്റ്റ് ഹൗസ് ആയിട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എടുക്കില്ല. കോമ്പോസിറ്റ് ലെറ്റിംഗ് ഓർ ബിൽഡിംഗ് പ്ലസ് മെഷീനറി ഓർ ഫർണിച്ചർ, കോമ്പോസിറ്റ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ബിൽഡിങ്ങും മെഷീനറി ഫർണിച്ചർ ഇങ്ങനെയൊക്കെ ലെറ്റ് ഔട്ട് ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടുള്ള ലെറ്റിംഗ് ഔട്ടും നമ്മൾ എന്ത് ചെയ്യില്ല? ടാക്സ് എക്സംഷൻ ഉള്ളതാണ്. പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻസ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ടു ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസ്. ഈ ഒരു 5 എണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 5 എണ്ണത്തിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു ഇൻകം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ട? അത് കൺസിഡർ ചെയ്യേണ്ട, അത് എക്സംപ്റ്റഡ് ആണ്. ഇനി ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ലീഗൽ ഓണർഷിപ്പ് ഈസ് എസെൻഷ്യൽ. ഇപ്പം നമ്മുടെ ഓണർഷിപ്പിലുള്ള നമ്മുടെ ലീഗൽ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം. പ്രോപ്പർട്ടി ടൈറ്റിൽ ആരാണോ അസസി അവരുടെ പേരിലായിരിക്കണം. മോഡ്ഗേജർ ഈസ് സ്റ്റിൽ കൺസിഡേർഡ് ദ ഓണർ. ഇപ്പം നമ്മൾ മോഡ്ഗേജ് ചെയ്തിട്ടുള്ളതാണെങ്കിലും മോഡ്ഗേജർ എന്താണ്? സ്റ്റിൽ കൺസിഡേർഡ് ആസ് ദി ഓണർ. നമ്മൾ മോഡ്ഗേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഓണർ ആരാണ്? നമ്മൾ ആണ്. ഇനി പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് പ്രോപ്പർട്ടി ഇൻകംസ്. ഇപ്പം നമ്മൾ
ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെർട്ടൈൻ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അത് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. അതിൽ ഫസ്റ്റ് വൺ ഫാം ഹൗസ് എന്നുള്ള ഇൻകമാണ്, ഇൻകം ഫ്രം ഫാം ഹൗസ്. സെക്കൻഡ് വൺ പാലസ് ഓഫ് ഫോർമർ ഇന്ത്യൻ റൂളറിൻ്റെ ഒരു പാലസ് മാത്രം എക്സംപ്റ്റഡ് ആണ്. പ്രോപ്പർട്ടി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റി ഒക്കെ പോലെയുള്ള ലോക്കൽ അതോറിറ്റീസ്, സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റീസ്, ഹോസ്പിറ്റൽസ് ഓർ ചാരിറ്റബിൾ ട്രസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇവരുടെ അണ്ടറിൽ വരുന്ന ഈ 3 കാറ്റഗറീസിൻ്റെയും ഓണർഷിപ്പിൽ വരുന്ന ഒരു പ്രോപ്പർട്ടീസിൻ്റെയും ഇൻകം നമ്മൾ എന്ത് ചെയ്യില്ല, ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ എടുക്കില്ല, വിച്ച് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. 2 സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. 2 വീട് വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ എടുക്കാൻ പറ്റും. നമ്മളെ സെൽഫ് ഒക്യുപ്പൈഡ് വീടായിട്ട് നമുക്ക് എക്സംഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസസ് ആണെന്നുണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് ആണ്. ഇതാണ് ഫുള്ളി എക്സംപ്റ്റഡ്. കുറച്ച് വരുന്നുള്ളൂ. നിങ്ങൾ സാലറി ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ഓരോ ടൈപ്പിലും ഓരോ കോമ്പണൻസിലും നമുക്ക് ഡിഫറെൻറ്റ് എക്സംഷൻസും കുറേ എമൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി സിമ്പിളാണ്. ഇനി നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെൻ്റൽ വാല്യൂസ്. ഇപ്പം ഒരു പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ വാല്യൂ, അപ്പോൾ നമ്മൾ റെൻ്റൽ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള ഒരു 4 ടൈപ്പ് റെൻ്റൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ടേംസ് നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ഒരു ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള 4 വാല്യൂസ് ആണ്, റെൻ്റൽ വാല്യൂസ് ആണ്. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ആക്ച്വൽ റെൻറ്റ് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ 10,000 15,000 എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിക്ക് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ റിസീവ് ചെയ്യുന്ന റെൻ്റാണ് ആക്ച്വൽ റെൻറ്റ്, ARV. മുനിസിപ്പൽ റെൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഫിക്സഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. ആ മുനിസിപ്പൽ അതോറിറ്റി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെ വരുന്നത് ഫെയർ റെൻ്റാണ്. റീസണബിൾ ആയിട്ടുള്ള സിമിലർ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ കിട്ടുന്ന ഫെയർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി റെൻ്റ് എത്രയാണ്, അതിനാണ് ഫെയർ റെൻ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് റെൻ്റ് ഫിക്സഡ് അണ്ടർ റെൻ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് റെൻ്റ് എത്രയാണ്. അപ്പം ഈ ഒരു 4 വാല്യൂസ് എപ്പോഴും മൈൻഡിലുണ്ടാവണം. ആക്ച്വൽ റെൻ്റ്, മുനിസിപ്പൽ റെൻ്റ്, ഫെയർ റെൻ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് റെൻ്റ്. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ, ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എടുക്കണം. ഏതാണ് എക്സ്പെക്റ്റഡ് റെൻ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ MRV, അതായത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിൻ്റെയും ഫെയർ റെൻ്റൽ വാല്യൂവിൽ ഏതാണോ ഹയർ അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ അതിൻ്റെ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റ് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റഡ് റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻ്റ് നമ്മൾ ഏതാ എടുക്കുക, ലീസ്റ്റ് ഓഫ് MRV, FRV ഓർ SRV. അപ്പം സ്റ്റാൻഡേർഡ് റെൻ്റ് ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ മറ്റ് റെൻ്റൽ വാല്യൂസിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കുന്നുണ്ടാവുക. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ, ഒരു ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്, ഹയർ ഓഫ് എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ്. എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിലും ആക്ച്വൽ റിസീവ് ചെയ്യുന്ന റെൻറ്റിലും ഏതാണോ ഹയർ അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ ആനുവൽ വാല്യൂ കാൽക്കുലേഷന് കുറച്ച് ക്ലോസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റഡ് റെൻറ്റ്, ഇഫ് ആക്ച്വൽ റെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സെപ്റ്റഡ് റെൻറ്റ് ദെൻ ടേക്ക് ആക്ച്വൽ റെൻറ്റ്. ഇപ്പം ഏതാണോ ചെറുത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇഫ് വേക്കൻസി കോസസ് ആക്ച്വൽ റെൻറ്റ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് ടേക്ക് ആക്ച്വൽ റെൻറ്റ്. ഇനി നമ്മൾ ആനുവൽ വാല്യൂ കാൽക്കുലേഷൻ ഫോർ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് വാല്യൂ കാണുന്ന അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ്, ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്, GAV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് GAV ഹയർ
ഹയർ ഓഫ് എക്സ്പെക്റ്റഡ് റെൻറ്റും അതേപോലെ ആക്ച്വൽ റെൻറ്റും. ഈ എക്സ്പെക്റ്റഡ് റെൻറ്റിലും ആക്ച്വൽ റെൻറ്റിലും ഏതാണോ ഹയർ അത് നമ്മൾ GAV ആക്കിയിട്ട് എടുക്കണം. ഇനി നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റ് ഇഫ് അലൗഡ് അണ്ടർ ദ റൂൾ ഫോർ, അതിനാണ് നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള, നമുക്ക് റിയലൈസ് ചെയ്തിട്ടില്ലാത്ത കിട്ടിയിട്ടില്ലാത്ത റെൻ്റ് ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടി. ഗ്രോസ് ആനുവൽ വാല്യൂവും അതേപോലെ നെറ്റ് ആനുവൽ വാല്യൂവുമാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എപ്പോഴാണ് അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് ഇപ്പം നമുക്ക് റിയലൈസ് ചെയ്തിട്ടില്ലാത്ത റെൻറ്റിന് അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് 4 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടാത്ത റെൻറ്റിന് അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാത്ത റെൻറ്റിന് അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് വൺ, ടെനൻസി ഈസ് ജെന്വിൻ. നമ്മളിപ്പം ലെറ്റ് ഔട്ട് ചെയ്ത ആക്ച്വൽ ഓണറും ലെറ്റ് ഔട്ട് ചെയ്ത പാർട്ടിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ജെന്വിൻ ആയിരിക്കണം. ഫ്രോഡുലൻ്റ് ആയിട്ടൊന്നുള്ള കോൺട്രാക്റ്റ് ആവാൻ വേണ്ടി പാടില്ല. അതിനാണ് ടെനൻസി ഈസ് ജെന്വിൻ എന്ന് പറയുന്നത്. ലീഗൽ ആക്ഷൻ ടേക്കൺ ഓർ ടെനൻറ്റ് ഹാസ് വെക്കേറ്റഡ്. ടെനൻറ്റ് വെക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഈ ലീഗൽ ആക്ഷൻസ്, ഈ അൺറിയലൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. ടെനൻറ്റ് നോട്ട് യൂസിങ് അതർ പ്രോപ്പർട്ടി ഓഫ് അസസീസ്. അസസിയുടെ അതർ പ്രോപ്പർട്ടീസ് ആരും യൂസ് ചെയ്യാൻ പാടില്ല. ഈ സെയിം ടെനൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലീഗൽ സ്റ്റെപ്സ് ടു റിക്കവർ അൺപെയ്ഡ് റെൻറ്റേഴ്സ് ഓൾറെഡി ടേക്കൺ. ആ അൺപെയ്ഡ് റെൻറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ലീഗൽ മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നിട്ടും കിട്ടാത്ത റെൻറ്റുകളാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കാറ്റഗറൈസ്ഡ് ആസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഇനി ഇതിലൊരു എക്സാമ്പിൾ ഫോർ ആനുവൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോ കേസുകളിലും ലെറ്റ് ഔട്ട് വേക്കൻസിയും ഇല്ല, അൺറിയലൈസ്ഡ് റെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാണുന്നത്. അതേപോലെ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, വേക്കൻസി ഉണ്ട്, നോ അൺറിയലൈസ്ഡ് റെൻറ്റ്. വേക്കൻസി ഉണ്ട് പക്ഷെ അൺറിയലൈസ്ഡ് റെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാണുന്നത്? അതാണ് കേസ് 2. കേസ് 3 ആണ് നോ വേക്കൻസി ബട്ട് ദർ ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അതാണ് ഇവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ GAV കാണേണ്ടത് എങ്ങനെയാണ്, NAV കാണേണ്ടത്, നെറ്റ് ആനുവൽ വാല്യൂ കാണേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഓരോ കേസിലുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കേസ് വേക്കൻസി ഉണ്ട്, അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട്. ഈ 4 കേസുകളിലും എങ്ങനെയാണ് നമ്മൾ GAVയും അതേപോലെ ആനുവൽ വാല്യൂം എങ്ങനെയാണ് കാണുക, ഗ്രോസ് ആനുവൽ വാല്യൂം നെറ്റ് ആനുവൽ വാല്യൂം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള 4 കേസിലും അതിൻ്റെ ഓരോന്നും എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമ്മളിതിൽ പറയുന്നുണ്ട്. സിമ്പിളാണ്. മുന്നേയുള്ള മൊഡ്യൂൾസ് നോക്കുന്ന സമയത്ത് സിമ്പിളാണ്. ഇനി ഏതൊക്കെയാണ് ഡിഡക്ഷൻസ്? ഇതിൽ സ്റ്റാൻഡേർഡ് 2 ഡിഡക്ഷൻ ആണുള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, ആക്ച്വൽ ഇൻട്രസ്റ്റ് ലിമിറ്റ്സ് അപ്ലൈ ഫോർ സെൽഫ് ഒക്യുപ്പൈഡ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഇൻട്രസ്റ്റ്, ബോറോഡ് ക്യാപിറ്റലിൻ്റെ ആക്ച്വൽ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിക്കൊണ്ട് ക്ലെയിം ചെയ്യാം. ഇപ്പം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ ഇപ്പം ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. ഇഫ് സെൽഫ് ഒക്യുപ്പൈഡ് ഓർ അൺഒക്യുപ്പൈഡ് എൻറ്റയർ ഇയറിൽ അത് സെൽഫ് ഒക്യുപ്പൈഡും ആയിരുന്നു അൺഒക്യുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. പിന്നെ നമുക്ക് നോ ഡിഡക്ഷൻ ഫോർ മുനിസിപ്പൽ ടാക്സിൻ്റെ ഡിഡക്ഷൻ അതിൽ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള അലൗഡ് ഡിഡക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അപ് ടു 2 lakh, അതേപോലെ കംപ്ലീറ്റഡ് വിത്തിൻ 5 years, ഇന്ന ഡേറ്റിന് ശേഷമുള്ള ലോണും ആവണം, അതേപോലെ കംപ്ലീറ്റഡ് വിത്തിൻ 5 years. എൽസ് അതല്ലാന്നുണ്ടെങ്കിൽ അപ് ടു 30,000.
പിന്നെ പറയുന്നത് മൾട്ടിപ്പിൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് ആണ്. ഈ മൾട്ടിപ്പിൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിൻ്റെ കേസ് വരുന്ന സമയത്ത് ഓൺലി 2 houses ക്യാൻ ബി ക്ലെയിംഡ് ആസ് സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പോൾ നമുക്ക് 5 വീടുകൾ സെൽഫ് ഒക്യുപ്പൈഡ് വീടുകളുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 എണ്ണം മാത്രമേ നമുക്ക് ആനുവൽ വാല്യൂ നില്ലാക്കിക്കൊണ്ട് നമ്മുടെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. റിമൈനിങ് ആർ ഡീംഡ് ലെറ്റ് ഔട്ട്. ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിൽ കാണിക്കുന്നുണ്ടാവുക. ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു ERV, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ, എലിജിബിൾ ഫോർ ഫുൾ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ. നെക്സ്റ്റ് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ, ലെറ്റ് ഔട്ട് ഫോർ അതർ പാർട്ട്, ട്രീറ്റഡ് ആസ് ലെറ്റ് ഔട്ട്. ഇപ്പോൾ നമ്മളൊരു 6 മാസം സെൽഫ് ഒക്യുപ്പൈഡും 6 മാസം ലെറ്റ് ഔട്ട് ആയി കൊടുത്താൽ എന്ത് ചെയ്യും? ട്രീറ്റഡ് ആസ് ലെറ്റ് ഔട്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ ആസ് പെർ ലെറ്റ് ഔട്ട് റൂൾസ്. നമ്മൾ മുകളിൽ പഠിച്ച ലെറ്റ് ഔട്ട് റൂൾസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. ഇനി അൺറിയലൈസ്ഡ് റെൻറ്റ് റിസീവ്ഡ് ലേറ്റർ ഓർ അൺറിയലൈസ്ഡ് റെൻറ്റ് ടാക്സ്ഡ് ഇൻ ഇയർ ഓഫ് റെസിപ്റ്റ്. ഏത് ഇയറിലാണോ അത് റിസീവ് ചെയ്തത് ആ ഇയറിലെ ടാക്സിൽ നമ്മളത് കാണിക്കും. 30% ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലൗഡ്. ഓണർഷിപ്പ് അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഇപ്പോൾ നമ്മൾ റെസിപ്റ്റ് കിട്ടുന്ന സമയത്തും അത് നമ്മുടെ ഓണർഷിപ്പിലല്ല എന്നുണ്ടെങ്കിലും ഇഷ്യൂ ഇല്ല. അതെന്ത് ചെയ്യും? ആ ഇയറിലെ ടാക്സിൽ അത് പോകും. പ്രോപ്പർട്ടി ഓൺഡ് ബൈ co-owners. If house property is co-owned and let it out, income is divided in proportion of ownership. ഏത് റേഷ്യോയിലാണോ നമ്മുടെ ഓണർഷിപ്പ് വരുന്നത് അതേ റേഷ്യോയിൽ തന്നെ അതെന്ത് ചെയ്യും? ടാക്സബിൾ പർപ്പസിലും നമ്മൾ എടുക്കും. If self-occupied, each gets deduction benefits of up to 2 lakh or 30,000. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്തിൽ വരുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഇതിൽ മെയിനായിട്ടും ഗ്രോസ് ആനുവൽ വാല്യൂയും നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേഷനുമാണ്. ഓരോ കേസിലും വേക്കൻസിയും ഇല്ല, അൺറിയലൈസ്ഡ് റെൻറ്റും ഇല്ലാത്ത കേസുകൾ, വേക്കൻസി ഉണ്ട് പക്ഷേ അൺറിയലൈസ്ഡ് റെൻ്റ് ഇല്ലാത്ത കേസ്, വേക്കൻസി ഇല്ല പക്ഷേ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്. തേർഡ് കേസ്, ഫോർത്ത് കേസ് വേക്കൻസിയും ഉണ്ട് അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട്. ഈ 4 കേസുകളിൽ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂയും എങ്ങനെയാണ് നെറ്റ് ആനുവൽ വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാൻ ഉള്ളത്. ഇതിൻ്റെ ഒരു ഇല്ലിസ്ട്രേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോൾഡ് അതിൻ്റെ റിസൾട്ടും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നത്. സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. ഈ നോട്ട്സ് അല്ലെങ്കിൽ ഇത്രയും നോട്ട്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. താങ്ക് യു.